സോള സ്ക്രിപ്ചർ എന്നുള്ള പദം ആഗ്രഹിച്ചൊരു ആ വിഷയം അവതരിപ്പിച്ചതാരാണ്? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്തനേഷ് പിതാവൻ അതിന് മുമ്പ് അത് ആദ്യമായി പുസ്തകം മാത്രം ശരി എന്ന് പറഞ്ഞ വ്യക്തി മുഹമ്മദാണ് ഇസ്ലാമിക വേൾഡിൽ. അത് ക്രിസ്ത്യൻ കൾട്ടായിട്ട് ആരംഭിച്ചപ്പോൾ താൻ ഇറക്കിയ പുസ്തകത്തിന് മീതെ മറ്റൊരു പുസ്തകം ഉണ്ടാകരുതെന്ന് കരുതിക്കൊണ്ട് ആ പുസ്തകം മാത്രം ശരി എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഒരു രീതി കൊണ്ടുവന്നു. അതിന്റെ സ്വാധീനമാണ് ഇസ്ലാമിക വേൾഡിൽ നിന്ന് പലവിധ സ്വാധീനങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ സ്വാധീന ഭാഗമായിട്ടാണ് ഇതേ രീതിയിൽ ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതേ രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കുക എന്ന ശൈലിയിലേക്ക് കടന്നു വന്നത്. ഇനി ഇങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അത് മനസ്സിലാക്കണം. ഇങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ സബോർഡിനിസം വന്നു. യേശു ക്രിസ്തു പറയുന്നുണ്ട്, പിതാവ് എന്നേക്കാൾ വലിയവനാണ്, ഏകസത്യമായ ദൈവത്തെയും അടുത്ത പുത്രനായ യേശുവിനെയും അറിയുക എന്നുള്ള നിത്യജീവൻ, യോഹന്നാൻ 17:3. ഈ രണ്ട് വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പെന്തക്കോസ്ത് സഭകളിലേക്ക് സബോർഡിനിസം കടന്നു വന്നു, വണ്ണസ് പെന്തക്കോസ്തർ കടന്നു വന്നു. മോഡലിസം, ഞാനും പിതാവും ഒന്നാണ്